ദേശീയപാത NH-66 കൂരിയാട് റോഡ് തകർന്നതിൽ നടപടി. NHAI ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു. NHAI സൈറ്റ് എഞ്ചിനീയറെ പുറത്താക്കി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഈ വിദഗ്ധർ, ദേശീയപാത വിദഗ്ധർ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ളത് ഹൈക്കോടതിയൊക്കെ നേരത്തെ തന്നെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അടുത്ത നടപടിയിലേക്ക് അല്ലേ? വർഷ, ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുമായി ബന്ധപ്പെട്ട വലിയ അപാകത ദേശീയപാത അതോറിറ്റിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് ചേർന്നിട്ടുള്ള യോഗത്തിൽ, അതായത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ യോഗത്തിൽ പ്രധാനമായും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയും നേരത്തെ തന്നെ ഈ കൺസൾട്ടന്റ് കമ്പനിക്കെതിരെയും അതോടൊപ്പം KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെയും നടപടി സ്വീകരിക്കുകയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ദേശീയപാത ഉദ്യോഗസ്ഥരെ അടക്കം പിരിച്ചുവിടുന്ന ഒരു നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പ്രധാനമായും കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തുടർ നടപടികളുടെ ഭാഗമായി NHAI, അതായത് ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ അടക്കം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നടപടി എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ കൺസൾട്ടന്റ് കമ്പനിയെയും അതോടൊപ്പം ഈ ഡിസൈൻ കൺസൾട്ടന്റ് മാരോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകാൻ ുള്ളത്. കാരണം നേരത്തെ തന്നെ ഈ ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൂരിയാട് മേഖലയിൽ ഈ പാടശേഖരങ്ങളിൽ കാര്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഉപകരാറുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ചകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെ ഉമാശങ്കർ അടക്കമുള്ള ആളുകൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ ഈ കമ്പനികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് റഷീദ്, നേരത്തെയൊക്കെ ഈ KNR കൺസ്ട്രക്ഷൻസിനെതിരെ ആയിരുന്നു നടപടി. അവരെ ടെൻഡർ നടപടികളിൽ നിന്നൊക്കെ വിലക്കിയിരുന്നു. ഇപ്പോൾ ഈ NHAI ഡയറക്ടറെ അടക്കം സസ്പെൻഡ് ചെയ്ത ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അല്ലേ? വർഷ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ദേശീയപാത അതോറിറ്റിക്കും ഇതിൽ വലിയ പങ്കുണ്ട് എന്ന വിവരം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ചേർന്നിട്ടുള്ള പബ്ലിക് അക്കൗണ്ടിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം കേന്ദ്ര ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഉമാശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തുടർ നടപടികളുമായി ദേശീയപാത അതോറിറ്റി എത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ KNR കൺസ്ട്രക്ഷൻ കമ്പനിയെ പോലെ തന്നെ ഇത്തരത്തിൽ ഈ പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതും അതോടൊപ്പം ഈ പാരിസ്ഥിതിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണവും അതോടൊപ്പം പഠനം നടത്താൻ ദേശീയപാത അതോറിറ്റിക്കും അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം NHAIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കർശനമായിട്ടുള്ള നടപടികളിലൂടെ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് വിദഗ്ധ സമിതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്മേൽ ദേശീയപാത അതോറിറ്റിക്കും ഇതുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ വിമർശനം നേരത്തെ തന്നെ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ നടപടി മുന്നോട്ട് പോകുന്നത്.